ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത നിങ്ങൾ ഏത് ആഗ്രഹത്തോടു കൂടിയാണോ ഈ വീഡിയോ ഓപ്പൺ ചെയ്തത്, അത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നത്. ഓക്കെ, പോവാം. ഇതാണ് വന്നിരിക്കുന്ന കാർഡ്സ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ എനർജിയിൽ, നൈറ്റ് എനർജിയിൽ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിലാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 5 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്, 9 2 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം 5-ാം മാസവും 9-ാം മാസം 2-ാം മാസം. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ലിയോ, സ്കോർപിയോ, ലിയോ എന്ന് പറഞ്ഞാൽ ചിങ്ങം, വൃശ്ചികം, വെർഗോ കന്നി, ഏരീസ് മേടം, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, മകരമാസവും വന്നിട്ടുണ്ട്. ഓക്കെ, ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി ഈ ഒരു സമയത്ത് 2 സിറ്റുവേഷനെ കുറിച്ച് ജഗിൾ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ആ 2 സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. കുറച്ച് കോൺഫ്ലിക്റ്റ് ആണ്. എന്ത് കോൺഫ്ലിക്റ്റ് ആണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ജഗിൾ ചെയ്യുന്നത് എന്ത് കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് കോൺഫ്ലിക്റ്റ് ആണ്, എന്ത് പ്രശ്നമാണ് ഈ ഒരു സമയത്ത് എൻ്റെ വ്യൂസിനെ ഓർക്കുമ്പോൾ, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ ഓർക്കുമ്പോൾ ഉള്ളത്. വരണമോ വേണ്ടയോ, വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള വഴക്കിട്ട കാര്യങ്ങൾ ഒക്കെ അവർ ഓർക്കുകയാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഈ നൈറ്റ് ടൈമിൽ ഓർക്കുമ്പോൾ നിങ്ങളുമായിട്ട് വഴക്കിട്ട കാര്യങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നു. ഇനി വഴക്കിട്ടിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് വരുമ്പോൾ വീണ്ടും അടിയും ബഹളമോ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അന്ന് വഴക്കുണ്ടാക്കിയ സമയത്ത് പറഞ്ഞു പോയ വാക്കുകളൊക്കെ വീണ്ടും പ്രശ്നത്തിലേക്ക് കൊണ്ടുവരുമോ, നിങ്ങളുമായിട്ട് വീണ്ടും പ്രശ്നം രൂക്ഷമാകുമോ, നിങ്ങളിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള രീതി. ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്കൊരു യാത്ര ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തണം, നിങ്ങളെ കാണണം, നിങ്ങളോട് മിണ്ടണം എന്നെല്ലാം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. 7 നമ്പറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിന് അവർക്ക് കഴിയാത്ത വിധം അവരെ മനസ്സിൽ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് ജഗ്ലിങ് വന്നിരിക്കുന്നത്? നിങ്ങളിലേക്ക് വരണമോ, വന്നു കഴിഞ്ഞാൽ അടി ഉണ്ടാകും, അല്ലെങ്കിൽ അടി കൂടിയ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ വരണമോ വേണ്ടയോ എന്നുള്ള 2 സിറ്റുവേഷനിൽ ജഗ്ലിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 5 ഓഫ് കപ്പാണ്. എന്തുകൊണ്ടാണ് 5 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളെ ഉപേക്ഷിച്ച് വന്നതിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തെ നഷ്ടമാക്കിയത് വലിയ തെറ്റായി പോയെന്നും, നിങ്ങളെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു, കുറച്ചൊക്കെ ഒരു സമാധാനത്തിൽ ചിന്തിച്ച് സംസാരിച്ചൊക്കെ പോകേണ്ട റിലേഷൻഷിപ്പ് ആയിരുന്നു. ചെറിയൊരു പ്രശ്നമായിരുന്നായിരിക്കാം, അത് സംസാരിച്ച് മറ്റു വ്യക്തികളൊക്കെ അതിൻ്റെ ഇടയിൽ കയറി വന്ന് അത് ഏറ്റവും വലുതായി മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നോ ഇല്ലയെന്ന് പോലും അവർക്കറിയത്തില്ല. ഓക്കെ, ഒരുപാട് സ്നേഹമുണ്ട്, ഇപ്പോഴും സ്നേഹമുണ്ട്. നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തിട്ട് അവർ ജഗിൾ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളുടെ സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹത്തെ അവർ നഷ്ടമാക്കി കളഞ്ഞ് ഇനി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആ സ്നേഹം ലഭിക്കുമോ എന്നാണ് അവർ ഈ ഒരു സമയം ജഗിൾ ചെയ്യുന്നത്. നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇനി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആ പഴയ സ്നേഹം ലഭിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അവർക്ക് ഒരു ധാരണയില്ല. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ജഗിൾ ചെയ്യുന്നു. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 6 ആണ്. 6-ാം മാസവും 7-ാം മാസവും. ഓക്കെ, അടുത്തത് ഇവിടെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഒരു കാര്യവും പ്രവർത്തിക്കാൻ വയ്യാത്ത വിധം തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, മുന്നോട്ട് എന്താണ് എന്നുള്ള കാര്യം അറിയത്തില്ല, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. എന്ത് ചെയ്യട്ടെ എന്ന് ആലോചിക്കുകയാണ്. അല്ലെങ്കിൽ ഈ റിലേഷനെ ഇനി മുൻകൂട്ടി ഇന്നത് ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വിചാരങ്ങളുമില്ല. കാരണം റിലേഷൻഷിപ്പിന് നിങ്ങൾ എവിടെയാണെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെന്നുള്ള അതിനെക്കുറിച്ച് നിങ്ങളുടെ മാനസിക അവസ്ഥ ഇപ്പോൾ എന്താണെന്നോ ഒന്നും അവർക്കറിയത്തില്ല. അവരിപ്പം ദൈവത്തെ വിളിക്കുകയാണ്, ദൈവമേ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടണമേ എന്ന് അവരുടെ പ്രാർത്ഥനയാണ് യൂണിവേഴ്സിനോട്. അവർ ആ ഒരു പ്രാർത്ഥനയിലോടുകൂടി തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, സ്റ്റെപ്പ് വെച്ചിട്ടില്ല, ദൈവത്തെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ അവർ തീരുമാനിക്കുന്നുണ്ട്. മാനസികമായും ശാരീരികമായും ക്ഷീണിച്ച അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ,
8 ഓഫ് കപ്പാണ് വീണ്ടും വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചെങ്ങനെ വരും, എങ്ങനെ ആക്ഷൻ എടുക്കും എന്നതിനെക്കുറിച്ച്. കാരണം നിങ്ങളെ ഉപേക്ഷിച്ചാണ് അവർ വന്നത്. 8 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ഇതാണ് നിങ്ങളുടെ സ്നേഹം, ആ സ്നേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു പ്രകാശത്തേക്ക് നോക്കി, അല്ലെങ്കിൽ മറ്റൊരു ദിശയിലേക്ക്, അവർക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ സ്ഥലത്തേക്ക് അവർ നടന്നു പോയി. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എന്ത് ഫീലിംഗ് ആയിരുന്നോ, നിങ്ങൾ എത്രത്തോളം കരഞ്ഞോ, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളുണ്ടോ, ഒരു മാനസിക അവസ്ഥ എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചൊന്നും അവർ ഒരു കാലത്തും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ തിരിച്ചു വരാൻ ആലോചിക്കുന്ന സമയത്ത്, നിങ്ങളെ ഉപേക്ഷിച്ച് പോയ സമയത്ത് നിങ്ങൾ എന്തുമാത്രം വിഷമത്തിലായിരുന്നു, അന്ന് നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചു, നിങ്ങൾ കരഞ്ഞത് എങ്ങനെയായിരുന്നു, എന്തെല്ലാം പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഒരു സമയത്ത് മെസ്സേജ് അയച്ചത്, അതെല്ലാം അവർ ഈ ഒരു സമയത്ത് നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവർക്ക് അതൊന്നും കേൾക്കാനോ കാണാനോ ഉള്ള ശക്തിയോ കഴിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 8 ആണ്. 8ാം മാസം നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കണം, മെസ്സേജ് അയക്കണം, കോൾ ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, പക്ഷേ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്ന് തിരിച്ചു വരുന്നത് മറുപടി, അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അഥവാ നിങ്ങൾ പെട്ടെന്നൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ അഭിമാനത്തെ ബാധിക്കും. ചിലപ്പോൾ ഭയങ്കര അഭിമാനത്തോടു കൂടി നിൽക്കുന്ന വ്യക്തിയായിരിക്കും, നിങ്ങളുടെ മുമ്പിൽ തല കുനിക്കുന്ന വ്യക്തി ആയിരിക്കത്തില്ല. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അഭിമാനത്തെ ബാധിക്കും എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, എല്ലാം നഷ്ടത്തിൻ്റെയാണ്. ഒരുപാട് നഷ്ടങ്ങൾ, നിങ്ങളുടെ റിലേഷനെ വിട്ടതാണ്. അവർക്ക് സന്ധ്യാസമയം ആകുമ്പോൾ, അല്ലെങ്കിൽ ചന്ദ്രൻ അങ്ങോട്ട് വരുമ്പോൾ, ഇമോഷൻ്റെ ദൈവമാണ് ചന്ദ്രൻ. അപ്പം ആ ഇമോഷൻ്റെ ദൈവം ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ നിന്നെല്ലാം ഈ പഴയ കാര്യങ്ങളെല്ലാം വരും. അപ്പം അവിടെ വന്നിട്ട് ഇപ്പോഴും എല്ലാത്തിനും ജഗ്ലിങ് വരുന്നത് ഇതാണ്, നിങ്ങൾ ഉപേക്ഷിച്ച് പോയി. ഇത് തന്നെയാണ്, ഈ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്, ഇവിടെയും വന്നിരിക്കുന്നത് അതേ കാർഡ് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ സ്നേഹത്തെ ഇത് കാണാതെ നിങ്ങളുടെ പേഴ്സൺ പോയതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ എത്രയും മെസ്സേജ് അയച്ചിട്ടൊന്നും നിങ്ങളുടെ പേഴ്സൺ മെസ്സേജ് കാണുകയോ നോക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ കരഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ കോളുകൾ സ്വീകരിച്ചിട്ടില്ല. ഇപ്പം ആ മെസ്സേജൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് അവർ ജഗിൾ ചെയ്യുമായിരുന്നു. ആ ഒരു സമയത്ത് ഇതിനെ ഒന്ന് നേരെയാക്കി കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അന്ന് സാധിച്ചില്ല, ഇനി എങ്ങനെയാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് എന്നുള്ള രീതിയൊക്കെ അവർ ഇപ്പം നിങ്ങളുടെ മെസ്സേജ് വായിക്കുമ്പോൾ അവർക്ക് കുറ്റബോധം തോന്നുന്നു. ആ സമയത്ത് നിങ്ങളുടെ മെസ്സേജും കാര്യങ്ങളും വായിച്ചാൽ മതിയായിരുന്നു, എന്നാൽ പ്രശ്നം ഇത്രത്തോളം രൂക്ഷമാകത്തില്ലായിരുന്നു. നിങ്ങളുടെ മനസ്സ് കാണാനൊന്നും അവർ ആ ഒരു സമയത്ത് ശ്രമിച്ചില്ല. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അവരിപ്പോൾ ജഗിൾ ചെയ്യുന്നത്. ഒരുപാട് വിഷമത്തിലാണ് കേട്ടോ. നിങ്ങളെ റിലേഷൻ വിട്ടുപോയാൽ അവർക്ക് ഇതുപോലെ ഒരു സങ്കടമില്ല. അവർ പ്രതീക്ഷിച്ചില്ല. അവർ വിചാരിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തിരിച്ച് വരാം. ഒരുപാട് ദൂരം പോയി കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചു, എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ സ്വീകരിക്കുമെന്ന് അവർ വിചാരിച്ചു. എത്രത്തോളം നിങ്ങളെ താഴ്ത്തി കെട്ടിയിരുന്നാലും സ്വീകരിക്കുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ഇപ്പം നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുള്ള വഴി പൂർണ്ണമായിട്ടും അടഞ്ഞു പോകും. ഒന്നുകിൽ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒന്ന് ആളാവാൻ വേണ്ടിയിട്ടോ അവർ പിണങ്ങി മാറിപ്പോയതായിരിക്കും. പക്ഷേ മാറിപ്പോയതിന് ശേഷം ഒരുപാട് കല്ലും കട്ടയും എല്ലാം വന്ന് വീണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള കല്ലും കട്ടയും എന്ന് ഉദ്ദേശിക്കുക, നിങ്ങളുടെ ലൈഫിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി തിരിച്ച് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിനുള്ള വഴി പൂർണ്ണമായും അടയ്ക്കപ്പെട്ടു. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചാൽ പോലും ആ വഴി കടന്നു വരാൻ വയ്യാത്ത രീതിയിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു ജഗ്ലിംഗ് ആണ് ഈ ഒരു സമയത്ത് നടക്കുന്നത്. ഓക്കെ, ഒരു യാത്ര ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക്. ചിലപ്പോൾ മാനസികമായിട്ട് ദൂരെ ആയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളിലോട്ട് മാനസികമായി അടുത്ത് വരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് ടെലിപ്പതി മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ചില സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയമായിരിക്കാം, നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ച് കളിച്ചിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു സങ്കടവും കരച്ചിലും വിഷമവുമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മ പെട്ടെന്ന് കുറേ ദിവസമായിട്ട് ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മകൾ കയറി വരികയും കണ്ണ് നിറയുകയൊക്കെ ചെയ്യുന്നെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സന് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അവിടെ നിങ്ങളെ ഓർത്ത് കരയുന്നത് കൊണ്ടാണ് ടെലിപ്പതി പോലെ നിങ്ങൾക്ക് മെസ്സേജായിട്ട് കിട്ടുന്നത്. ടെലിപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അത് മനസ്സിലാവാത്തവർ കമൻറ്റ് ചോദിക്കാൻ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ടെലിപ്പതി മെസ്സേജ് അയക്കുന്നുണ്ട്. എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണ്,
നിങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുന്ന സമയം തന്നെ നിങ്ങളുടെ ഫോൺ കോൾ വരും, നിങ്ങളുടെ പേഴ്സൻ്റെ കോൾ വരും. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ, അല്ലെങ്കിൽ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കോൾ വരും. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് മെസ്സേജിൻ്റെ പവർ അത്രയാണ്. യൂണിവേഴ്സിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്പീഡാണ്, പ്രകാശ വേഗതയാണ്, അതിൽ കൂടുതൽ വേഗതയാണ്. ഓക്കെ, അപ്പോൾ അത്രയും സ്പീഡിൽ നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സണ് പോവുകയും പേഴ്സണും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്നോ അല്ലെങ്കിൽ കോൾ ചെയ്യണമെന്നോ തോന്നുന്ന രീതിയാണ് നമ്മൾ ടെലിപ്പതി എന്ന് പറയുന്നത്. ഓക്കെ, പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് അത്. നമുക്ക് കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ പേഴ്സണിലേക്ക് അയക്കേണ്ട മെസ്സേജ് അത് നമുക്ക് ടെലിപ്പതി വഴി അയക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അഥവാ ദൂരെ ആകുന്ന വ്യക്തികളാണെങ്കിൽ തന്നെയും നിങ്ങളെ അടുത്ത് വന്ന് കാണണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒന്ന് കാണാൻ വന്നാലോ, ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ജഗിൾ ചെയ്യുകയാണ്. ഓവറോൾ എനർജി എന്ന് പറയുന്നത് ജഗിളിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൺ വരണമോ, ചെന്ന് കണ്ടാലോ, ഒന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുമോ, ഒന്ന് നേരിട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണോ, ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അഥവാ ചിന്തിക്കുകയാണ്, ഫേസ്ബുക്കിലൊരു റിക്വസ്റ്റ് കൊടുത്താലോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുത്താലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മ്യൂച്വൽ ഫ്രണ്ട് വഴിയൊക്കെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കത്തില്ല. നിങ്ങളിടുന്ന പ്രൊഫൈലും പോസ്റ്റും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടായിരിക്കും ഈ ഒരു സമയത്ത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെ രണ്ട് ജഗ്ലിംഗ് ഇതിലായിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ യാത്ര ചെയ്യണോ അല്ലെങ്കിൽ യാത്ര ചെയ്ത് നിങ്ങളടുത്ത് വരണമോ, അതോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണോ, ഫേസ്ബുക്കുമായിട്ട് മെസ്സേജ് അയക്കണോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫ്രണ്ടുമായിട്ട് മെസ്സേജ് അയക്കണോ എന്നുള്ള കാര്യത്തിൽ ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പം ഇതാണ് നൈറ്റ് തോട്ടായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്പം സ്ട്രോങ് ആണ്. റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ റീഡിങ് കാണാതെ ഇരിക്കുക. ഇതിൻ്റെ അകത്ത് ഒരു 20% മാത്രമേ റീയൂണിയൻ കാണുന്നുള്ളൂ. ഓക്കെ, തുടർന്ന് കാണുക. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? അവർ തങ്ങളിൽ റിലേഷൻ മുറിഞ്ഞു പോയിട്ടുണ്ടോ, അതോ ഇപ്പോഴും നടക്കുകയാണോ, അത് എങ്ങനെയാണ്, അവിടെ അടിയും വഴക്കുമാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് വന്നിരിക്കുന്ന കാർഡ്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും റിലേഷൻഷിപ്പിൽ മറ്റ് ചില ആൾക്കാർ കൂടി ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത്, ഇവിടെ കാർഡിൻ്റെ നമ്പർ പറയാം. 4 നമ്പർ വന്നിട്ടുണ്ട്. 4-ാം മാസം, 9, 9-ാം മാസം, 7, 7-ാം മാസം, 5, 5-ാം മാസം. ഓക്കെ, 18 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സോഡിയക് സൈൻ കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, മകരം, വെർഗോ, കന്നി, അക്യൂറിയസ്, കുംഭം, സ്പൈസീസ്, മീനം. ഓക്കെ, കാപ്രിക്കോൺ ആവർത്തിച്ച് വന്നിട്ടുണ്ട്, അക്യൂറിയസും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സമയം സ്പൈസീസ്, മീനം. ഓക്കെ, അപ്പം ഈ ഒരു സമയം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും എങ്ങനെയാണ് റിലേഷൻഷിപ്പ് പോകുന്നത്. ഓക്കെ, ചില വ്യക്തികൾ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലോടുകൂടി കുറച്ച് സന്തോഷമായിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ഇതെടുക്കുക. ഓക്കെ, ചില വ്യക്തികളുടെ ഇടയിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് കൊടുക്കൽ വാങ്ങലും ഒക്കെ ആയിട്ട് അവർ പോകുന്നു. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ഒരു ഐസൊലേഷൻ പീരീഡിൽ കൂടിയാണ് പോകുന്നത്. എക്സ്പെൻസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫോർ ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? അവരിപ്പോൾ സന്തോഷമായിട്ട് സാമ്പത്തികമായിട്ട് എക്സ്പെൻസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി ഒരു സന്തോഷമായിട്ട് 2 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ കൂടിയാണ് തേർഡ് പാർട്ടിയും. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നതെന്നറിയത്തില്ല, എല്ലാവർക്കും ആവത്തില്ല. ഓക്കെ, അപ്പം ചില വ്യക്തികൾ, എല്ലാവരുടെയും അല്ല, ചില വ്യക്തികൾ ഇപ്പം ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ടും എക്സ്പെൻസും അടിച്ച് പൊളിച്ച്
ഹാപ്പി ഫാമിലി ആയിട്ടൊക്കെ പോകുകയാണ്. ഓക്കെ, ആ ഒരു ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിട്ടാണ് പോകുന്നത്. മറ്റ് ചില വ്യക്തികൾ, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമം ഉണ്ടാകുമായിരിക്കാം, എങ്കിലും പറയേണ്ടതായിട്ടുണ്ട്, കാർഡിൽ കാണുന്നത് കൊണ്ട് പറയുന്നു. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടി ചിലപ്പം ഫീമെയിൽ ആണെങ്കിൽ ഒരു പ്രഗ്നൻസിക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. അതല്ല മെയിലാണെങ്കിൽ തന്നെയും അവരുടെ പാർട്ട്ണർ ഒരു പ്രഗ്നൻറ്റിൻ്റെ സാധ്യത കാണിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഇടയിൽ ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പം സ്റ്റാർട്ടിങ്ങിലായിരിക്കാം ചിലവരുടെയാണ്, എല്ലാവരുടെയും അല്ല, ചില അപൂർവം ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പിലാണ് ഈ ഒരു കാര്യം കാണുന്നത്. അവരുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആ റിലേഷൻ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഈ ഒരു ചിലപ്പം തുടങ്ങിയ സമയമായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇതവരുടെ ഫാമിലി ആകാം. നിങ്ങൾ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് അവരുടെ ഫാമിലി ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, കോൺഫ്ലിക്റ്റിൽ കൂടി പ്രഗ്നൻസിയും കാര്യങ്ങളും ആണെങ്കിലും റിലേഷൻഷിപ്പിൽ ചില കോൺഫ്ലിക്റ്റും കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പെയിൻഫുൾ സിറ്റുവേഷൻ കൂടിയാണ് പോകുന്നത്. പ്രഗ്നൻസി കാണുന്നെങ്കിലും ചില കോൺഫ്ലിക്റ്റ് അവർ തങ്ങളിലുള്ള വഴക്കും കാര്യങ്ങളും ഉണ്ട്. ഒരു മാനസിക ദുഃഖമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി വരുന്നുണ്ട്. പാർട്ടിയാണ് കടന്നു പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ അല്ല. തേർഡ് പാർട്ടിക്ക് ഈ ഒരു സമയത്ത് ആരാണോ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണാണ് ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത്. അല്ല, നിങ്ങളുടെ പേഴ്സൺ മെയിൽ ആണെങ്കിൽ തേർഡ് പാർട്ടിയാണ് ഈ ഒരു പെയിൻ സിറ്റുവേഷനിൽ കൂടി പോകുന്നത്. എവിടെയായിരുന്നാലും സ്ത്രീജനത്തിനാണ് ഈ ഒരു പെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയുടക്കമാണ്, കോൺഫ്ലിക്റ്റ് ആണ്. എന്താണ് പെയിൻ എന്ന് അവർക്കറിയാം. ഒന്നും കൂടി നോക്കാം, എന്താണ് ഈ പെയിൻ വരാനുള്ള കാരണം കൂടി നോക്കട്ടെ. പ്ലീസ് KDB മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി ഇത്ര അധികം പെയിൻ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത്? പ്ലീസ് KDB മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇത്രയും അധികം പെയിൻ സിറ്റുവേഷനിൽ കൂടി തേർഡ് പാർട്ടി കടന്നു പോകുന്നത്? പ്ലീസ് KDB മദർ യൂണിവേഴ്സ്. ജസ്റ്റിസ് കിട്ടുന്നില്ല, അവർക്ക് നീതി കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ റീഡിങ് കാണുന്നതിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ വൈഫാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷനോ കാര്യങ്ങളോ അവരറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള കാര്യം ഒരു പക്ഷേ വൈഫിന് അറിയാമായിരിക്കാം. വൈഫിന് അറിയാമായത് കൊണ്ട് വൈഫ് വീട്ടിൽ അടിയും ബഹളവും വഴക്കും ഉണ്ടാക്കുന്നുണ്ട്. അവർ ജസ്റ്റിസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കരച്ചിലും ബഹളത്തിൽ കൂടി കടന്നു പോകുകയാണ്. മറ്റുള്ള വ്യക്തികളെ, അവരുടെ വീട്ടിലെ റിലേഷൻഷിപ്പിലുള്ള മറ്റ് അംഗങ്ങളെ കൂടി അറിയിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെ കാണിക്കുന്നു എന്നുള്ളത് സമയം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടി ഈ ഒരു പ്രശ്നമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്തത് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 5 ആണ്. ഒരു ബാലൻസ് ഇല്ലാത്ത രീതിയിൽ ഒരു ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, റിലേഷനെ ശരിയായ രീതിയിലല്ല എടുത്തത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പം തേർഡ് പാർട്ടി എന്നുള്ളത് ശരിയായ രീതിയിലുള്ള വ്യക്തി അല്ല എന്നും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് രീതിയിൽ ആ റിലേഷൻ തെറ്റായ രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും ബാലൻസ് കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ടെൻഷനും ഒക്കെ ആകുന്നുണ്ട്. ഒരു വിധത്തിൽ ബാലൻസിങ്ങിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എത്രയൊക്കെ അവിടെ കോംപ്രമൈസ് ചെയ്തിരുന്നാൽ പോലും നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് അഡ്ജസ്റ്റ് ആകുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളും ബേർഡനും ഭാരങ്ങളും ഒക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ചുമക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ ജീവിതം എത്രയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നാലും അത് തലകീഴായി മാറുകയും പരസ്പരം മുറിവേൽക്കുന്ന രീതിയിൽ പോകുന്നു. ഒരുപാട് ബേർഡൻ ചുമക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് കുടുംബത്തിലുള്ള മറ്റ് വ്യക്തികളും എല്ലാം കൂടി അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. അടുത്ത വന്നിരിക്കുന്നത് 5 ഓഫ് സോഡ് ആണ് ഇരിക്കുന്നത്. ഇപ്പം എന്തായാലും മൂവ് ഓൺ കാണുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ഇല്ല. എനിക്ക് തോന്നുന്നു ഈ റീഡിങ് ഫുള്ളായിട്ട് ഫാമിലി റീഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ചീറ്റിങ് വന്നിരിക്കുന്നത്? ഒരു മത്സരം വന്നിരിക്കുന്നു. എന്ത് തോൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണെ. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി നിങ്ങളെ തങ്ങളെ പിരിക്കുന്ന രീതിയിൽ എന്തോ ബ്ലാക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബ്ലാക്ക് എനർജി ഇവിടെ മറ്റ് ആരെങ്കിലുമൊക്കെ പോയി കണ്ടിട്ട് തേർഡ് പാർട്ടി മറ്റ് വ്യക്തികളെ പോയി കണ്ട്
ചില ബ്ലാക്ക് കാര്യങ്ങൾ നിങ്ങളെ തങ്ങളെ പിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അടർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഫാമിലി ചെയ്തിരിക്കുന്നു. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് മാറി വരണം. നിങ്ങളിലേക്ക് കടന്നു ചെല്ലരുത്. നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് കടന്നു ചെല്ലാത്ത വിധം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണെ. ഓക്കെ, അതൊരു ബ്ലാക്ക് എനർജിയിൽ കൂടിയാണ്. അവരും അവരുടെ കുടുംബത്തിലുള്ള മറ്റ് വ്യക്തികളും ഒക്കെ ആയിട്ട് കൂടി ആലോചിച്ചാണ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സണെ മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് മൂണാണ് വന്നിരിക്കുന്നത്. എന്താ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ മൂൺ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ടെൻഷനിൽ കൂടി കടന്നു പോവുകയാണ്. പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിൽ ബാലൻസിങ്ങിൽ കൊണ്ടുപോകാൻ കഴിയാത്ത വണ്ണം തകർന്നിരിക്കുകയാണ്. അവരുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ കിടന്ന് അവരെ അങ്ങ് ശല്യം ചെയ്യണം. എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, അതുപോലെയുള്ള ബഹളങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കുടുംബത്തിലെല്ലാം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുകയോ അതിന് മനസ്സമാധാനമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി കിടന്ന് പ്രശ്നമുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ബാലൻസ് ഇല്ലാത്ത അവസ്ഥയിൽ കൂടി പോവുകയാണ്. ഒരു അപമാനങ്ങൾ നേരിടുന്നുണ്ട്. അവർക്ക് തല ഉയർത്തി നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് അവരിപ്പം നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ട് കുറച്ച് ദൂരം പാലിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ട് കുറച്ച് ദീദിത്തോടെ പാനി ചെയ്തോ ഇതറിയേ. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ അപമാന ഭാരങ്ങളും ഒക്കെ ആയിട്ട് തല കുനിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങളിലേക്ക് ഇപ്പോൾ മെസ്സേജ് കോളോ ഒന്നും ചെയ്യാതിരിക്കുന്നത്. നിങ്ങളും കൂടി നിങ്ങളുടെ പേഴ്സണെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. ഗോ വിത്ത് ഫ്ലോ, പോട്ട്, എങ്ങനെയെങ്കിലും പോട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ. നല്ല രീതിയിൽ പെയിൻഫുൾ സിറ്റുവേഷനിലും മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നിങ്ങളോട്. ഓക്കെ, അപ്പം ഇനി നോക്കാം നിങ്ങളോട്ട് ഒരു റീയൂണിയന് സാധ്യതയുണ്ടോ എന്ന് നോക്കാം. റീയൂണിയന് സാധ്യതയുണ്ടോ എന്ന് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സും പേഴ്സണുമായിട്ട് ഇനി ഒരു റീയൂണിയന് സാധ്യതയുണ്ടോ? അപ്പോൾ എന്തായാലും തേർഡ് പാർട്ടിയെ വിട്ട് വരാൻ കഴിയാത്തില്ല. ഒരു കാർഡ് പോലും തേർഡ് പാർട്ടിയെ വിട്ട് വരുന്നതായിട്ട് ഇല്ല. അപ്പം ഇത് പൂർണ്ണമായി ഉറപ്പിക്കാം. ഇത് ഫാമിലി തേർഡ് പാർട്ടി, അതല്ല എന്നുണ്ടെങ്കിൽ പേരൻസ് ആയിരിക്കാം തേർഡ് പാർട്ടി. നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടോ? ഇനി നിങ്ങളിലേക്ക് കടന്നു വരുമോ? നിങ്ങളുമായിട്ട് ഇനി ഒരു കോണ്ടാക്റ്റിൽ വരാൻ സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുമായിട്ട് ഇനി ഒരു കോണ്ടാക്റ്റിൽ വരാൻ സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുമായിട്ട് ഇനി ഒരു കോണ്ടാക്റ്റിൽ വരാൻ സാധ്യതയുണ്ടോ? കോണ്ടാക്റ്റിലൊക്കെ വരും. നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. കോണ്ടാക്റ്റിൽ വരുന്നത് കാര്യം പാടാണ്. കാരണം അവിടെ തേർഡ് പാർട്ടി ഒരു വലിയ രീതിയിൽ സ്ട്രിക്റ്റ് ആയിരിക്കുകയാണ്. ചില വ്യക്തികൾക്ക്, എല്ലാവർക്കും അല്ല, ഒരുപാട് ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ചില വ്യക്തികളുടെ അവരുടെ തേർഡ് പാർട്ടി സ്ട്രിക്റ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ന്യൂ ബിഗിനിങ്ങിനുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. വളരെ ചെറിയ ആൾക്കാർക്ക് മാത്രമേ, ഒരു 20% ആൾക്കാർക്ക് മാത്രമേ ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ന്യൂ ബിഗിനിങ് വളരെ കുറവാണ്. ജസ്റ്റിസൊക്കെ വരികയാണ്. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നീതി തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. മാനസികമായിട്ടാണെങ്കിലും ശരി തന്നെ, സാമ്പത്തികമായിട്ടാണെങ്കിലും. അവർ പറയുന്നത് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാത്തതായിക്കഴിഞ്ഞാൽ ഒരു നന്ദിയില്ലാത്ത വ്യക്തിയാണ് താനെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോകാൻ പാടില്ല. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. പഴയ നിങ്ങളുമായിട്ട് ഒരുമിച്ച് നിന്ന സമയം, നിങ്ങൾ കൊടുത്ത സ്നേഹം, നിങ്ങൾ കൊടുത്ത കെയർ, നിങ്ങൾ എത്രത്തോളം ഒരുമിച്ചിരുന്നോ ആ ഒരു നിമിഷങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, അവരുടെ സിറ്റുവേഷൻ വേറെയാണ്. അവരുടെ ചുറ്റും എല്ലാം ഉണ്ട്, സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ചിലപ്പം ഒരു പേരൻ്റ് ആയിരിക്കുന്നത് കൊണ്ട്, ബാധ്യതകളുള്ളത് കൊണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളിൽ പോലും നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവർ നോക്കുന്നുണ്ട്. വളരെ വിഷമത്തിലാണ് നോക്കുന്നത്. നിങ്ങളിലോട്ട് എത്താൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ അവരെ അലട്ടുന്നുണ്ട്.
നിങ്ങൾ എന്ത് വിചാരിക്കും, നിങ്ങളുടെ പേഴ്സണെ ചതിച്ചിട്ട് പോയി എന്നൊക്കെ വിചാരിക്കുമോ എന്നൊക്കെ കോളും മെസ്സേജും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ബ്ലോക്ക് ആയിരിക്കുന്ന അവസ്ഥയാണ്. അതൊന്നും നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയാനൊന്നും ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരത്തില്ല. അവരുടെ ഫാമിലിയെ പറ്റിയൊന്നും അവർ മോശമായിട്ട് ചിലപ്പം പറഞ്ഞെന്നിരിക്കത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. റീയൂണിയൻ നടക്കുമോ എന്ന് ചോദിച്ചതിൽ റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ പ്രയാസത്തിലാണെങ്കിലും റീയൂണിയൻ ലഭിക്കും. ഇവിടെയാണെങ്കിൽ വളരെ കുറവാണ് കാണുന്നത്. വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പേരൻ്റാണ് ഇവിടെ. ആ സിംഗിൾ പേരൻ്റ് വളരെ കർക്കശമായ ഓർഡർ കൊടുക്കുകയാണ്. നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റോ കോളോ ഒന്നും പാടില്ല എന്നുള്ള രീതിയിൽ, നല്ല രീതിയിൽ അവരെ ആജ്ഞാപിക്കുകയാണ്. ഓക്കെ, അവരുടെ മനസ്സ് ഒറ്റ ഇതിലായിട്ട് നിൽക്കുകയാണ്. അത് ധിക്കരിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത്രത്തോളം പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. വേണ്ട പിറകെ ഒരുപാട് ക്ലൗഡ് നിൽക്കുന്നുണ്ട്. ഈ ഒരു വാക്കിനെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയനോ ഒരു കോളോ മെസ്സേജോ ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന കോളിളക്കങ്ങൾ വളരെ വലുതാണ് എന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി അവരോട് ബോധിപ്പിക്കുന്നുണ്ട്. ഓക്കെ, കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. കുട്ടികളൊക്കെ ഉള്ളതാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക്. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റിസ് തരാൻ കഴിയാത്തതിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? അടിയും വഴക്കും തന്നെയാണ്. 5 ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഐസൊലേഷനാണ് ഈ ഒരു വ്യക്തി. ഇത് ആരുടെ റീഡിംഗ് ആണെന്ന് അറിയത്തില്ല, ആർക്കുള്ള എനർജി ആണെന്ന് അറിയത്തില്ല. ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റീയൂണിയൻ ഈ ഒരു സമയത്തൊന്നും നടക്കുന്നതല്ല. വളരെ പ്രശ്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണെ. ഓക്കെ, ഐസൊലേഷനാണ്, കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. മാനസികം കെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് പിടിച്ച് കയ്യും കാലും കെട്ടിയിട്ടിരിക്കുന്നതെന്നല്ല, നിങ്ങളുടെ റിലേഷന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം, ആ റിലേഷനെ ഒന്ന് കാണാനോ നിങ്ങളെ ഒന്ന് കാണാനോ മിണ്ടാനോ കേൾക്കാനോ ഒന്നും വയ്യാത്ത രീതിയിൽ കൈകളെല്ലാം കെട്ടിയിട്ട് ഒരുപാട് ബേർഡനായിട്ടുള്ള ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും ഐസൊലേഷനും ഒക്കെ ആയിട്ട് കിടക്കുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിന്നിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് അടിയും ബഹളവും വഴക്കുമായിട്ട് നിൽക്കുകയാണ്. ഒരു സമാധാനവും ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളും കൂടെ പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കണം. ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഒരുപാട് പ്രഷറൊക്കെ താങ്ങിയാലുള്ള അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് കുറച്ച് സ്പേസ് കൊടുക്കുക. ഓക്കെ, മറ്റ് ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും റീയൂണിയൻ ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. റീയൂണിയൻ കാണുമോ അല്ലെങ്കിൽ ഒട്ടും കാണത്തില്ല. നിങ്ങളുടെ തേർഡ് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയും അടിയും വഴക്കും അവിടെ നടക്കുകയാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയും. ചില വ്യക്തികളടുത്ത് അതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ചില വ്യക്തികളടുത്ത് തുറന്നൊന്നും പറഞ്ഞു കാണത്തില്ല. നിങ്ങൾ നേരിട്ട് എന്നെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളടുത്ത് ഒരു അക്ഷരം പോലും പറയാൻ നിന്ന് കാണത്തില്ല. അപ്പം ഇവിടെ എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് ജസ്റ്റിസ് തരണമെന്നും ഒക്കെ അവർ വിചാരിക്കുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്യുകയാണ് ചില സമയത്തിന് വേണ്ടിയിട്ട്. അവിടെ ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഒരു വേൾഡിൻ്റെ കാർഡാണ്. എന്തെങ്കിലും അവസാനിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമോ വഴക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എല്ലാം അവസാനിപ്പിച്ച് പുതിയതായിട്ടൊന്ന് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡ്. അതിനു വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. അതിനായിട്ടൊരു സമയത്തിന് വേണ്ടി സാഹചര്യത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് എന്തായിരുന്നാലും റീയൂണിയൻ ഉണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ചില കേസ് വഴക്ക് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കോടതി കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫാമിലി പ്രോബ്ലമാണ്. ഡിവോഴ്സ് കേസുകൾ നടക്കുന്നുണ്ടായിരിക്കാം. വക്കീലിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തിരക്കിൻ്റെയും കാര്യങ്ങളുടെയും പേരിൽ ഈ ഒരു സമയത്ത് റീയൂണിയനെ കുറിച്ച് അവർക്ക് തിരക്കാണ്. റിലേഷനെക്കുറിച്ച് ഒരു വഴിയും അവർ കാണുന്നില്ല. നിങ്ങളുമായിട്ടൊരു ഓപ്പണിങ്ങിനുള്ള വഴിയൊന്നും കാണുന്നില്ല. ഒരു പക്ഷേ ഡിവോഴ്സ് ലഭിക്കുകയാണെങ്കിൽ ഒരു റീയൂണിയന് സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും ഡിവോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ കാണുന്നുണ്ട്. ചില മന്ത്രങ്ങളും തന്ത്രങ്ങളും ജഗ്ലിംഗ് സിറ്റുവേഷനിലൊക്കെ നിങ്ങളുടെ പേഴ്സണെ തള്ളിയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങളിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരെയും പറഞ്ഞ് നിർത്തിയിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
നിങ്ങളുടെ പേഴ്സൺ എവിടെയൊക്കെയാണ് പോകുന്നത്, ആരുമായിട്ടൊക്കെ പോകുന്നു, ഫേസ്ബുക്കിൽ ആരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നു എടുക്കുന്നു എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ നിരീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളടുത്ത് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളെയും നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയാണ്. അത് റീയൂണിയന് സാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഭയന്നിട്ടായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നത്. ആരെങ്കിലും വാച്ച് ചെയ്യുന്നെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്. നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്നുണ്ട്, പക്ഷേ അവർക്ക് ആ ഒരു സമയത്ത് സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അവരോട് ക്ഷമിച്ചു കൊടുക്കുക, അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോകുകയുള്ളൂ. ദയവായി നിങ്ങൾ ചാനൽ ലൈക്കും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ലൈക്ക് കുറവാക്കുമ്പോഴത്തേക്ക് ചാനലിന് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള മെസ്സേജും മെയിലും ഒക്കെ വരികയാണ്. അപ്പം നിങ്ങൾ ലൈക്കും കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ.